സ്റ്റണ്ടും. കാരണം ഞങ്ങൾ ചെയ്യുന്ന ഓരോ സ്റ്റണ്ടും ഭയങ്കര ടെൻഷനായിട്ടാണ്. ടെൻഷൻ ഞങ്ങൾ കാണിക്കൂല. പക്ഷെ അവിടെ ഞങ്ങളുടെ ഒരാളുടെ ഭാഗത്ത് നിന്ന് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായ ഒരാൾ ചിലപ്പോൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. 40-50 കരാട്ടെ ഫൈറ്റേഴ്സും വിക്രമായിട്ടുള്ളൊരു ഫൈറ്റ്, ഒരു സ്റ്റേഡിയത്തിൽ വെച്ചിട്ടുള്ള ഫൈറ്റായിരുന്നു. അപ്പോൾ ആ ഫൈറ്റിൽ ഇത്രയും പേര് വിക്രം അടിക്കുന്ന വശം എല്ലാവരും കൂടി തെറിച്ച് പോകുന്നൊരു ഷോട്ടുണ്ട്. ആ സിനിമ കണ്ടാൽ അറിയാം. നിവിൻ പോളിയുടെ ഒരു വെബ് സീരീസ് ഇപ്പം ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു എലമെന്റ് അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് പറഞ്ഞു. ലോറി ഡ്രൈവർക്ക് മിസ്കമ്മ്യൂണിക്കേഷൻ ആയിപ്പോയി. പുള്ളി ഫൈനൽ വിട്ട് വണ്ടി എടുത്തു, പോയി അടിച്ചു. അതിലൊരാൾ കോമയിലൊക്കെ പോയി. പീറ്റർ ഗെയിൻ ആയിരുന്നില്ല, പീറ്റർ ഗെയിൻ മാസ്റ്റർ ആയിരുന്നു. ഇപ്പൊ കൊണ്ടൽ എന്ന് പറഞ്ഞ സിനിമയിൽ ഭയങ്കര അപകടമായിട്ടുള്ളൊരു സീനാണ് ആയിരുന്നു എന്ന് പറഞ്ഞു. പെപ്പയൊക്കെ വെള്ളത്തിലെടുത്ത് കയറി. നിവിൻ പോളിയുടെ ഒരു വെബ് സീരീസ് ഇപ്പം ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു എലമെന്റ് അതിന്റെ അകത്ത് ഉണ്ടെന്ന് പറഞ്ഞു. ഏതാണ്? അതായത് ഞങ്ങള് അതിൽ ഒരു ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ടേക്ക് ആണ്. അതായത് ഒരു ക്യാമറമാനെ ഞങ്ങൾ റോപ്പിൽ കയറ്റിയിട്ട് ആ ക്യാമറമാനെ അടക്കം പുള്ളിനെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നൊരു ഷോട്ടാണ്. അപ്പൊ ആ ഷോട്ടില് ഒരാളെടുത്തിട്ട് എറിയുന്നൊരു ഷോട്ടുണ്ട്. ഒരു ബ്രിഡ്ജിന്റെ അപ്പുറത്ത്, റെയിൽവേ ക്രോസിന് അപ്പുറത്ത്, അത്യാവശ്യം ഒരു 80-70 അടി ഹൈറ്റ് ഉള്ള ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ ഞങ്ങളിത് റോപ്പെല്ലാം കണക്ട് ചെയ്ത് സെറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ല, അപ്പോൾ ഈ അറിയാത്ത ആളുകൾ ഇതിനിടയിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോപ്പ് കുടുങ്ങിപ്പോയി. ആളുടെ ഈ നമ്മുടെ ഡ്യൂപ്പായിരുന്നു, നമ്മുടെ ഫൈറ്റർ ആയിരുന്നു. അപ്പോൾ അത് കഴുത്തിൽ കുടുങ്ങി. അപ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റ് ഓൾറെഡി അവിടെ ഉള്ളത് കൊണ്ട് ആ ഒരു പുള്ളി സേഫ് നോക്കിയാ ചെയ്തത്. പക്ഷെ എറിയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഹൈറ്റിലേക്കാണ് പുള്ളി വീഴുന്നത്. അപ്പൊ ഞങ്ങളാണ് ഇത് റോപ്പ് ഹോൾഡ് ചെയ്തത്. പെട്ടെന്ന് മഴയും കൂടി ഉണ്ടായിരുന്നു. മഴ നമ്മൾ റെയിൻ എക്സ്ട്രാ സെറ്റ് ചെയ്തതാണ്. പക്ഷെ ഞങ്ങളുടെ കണ്ണിലോട്ട് മഴ വന്നുപോയി. അപ്പൊ ഇയാൾ വീണമെന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. പുള്ളി അങ്ങോട്ട് പോകുന്നത് കണ്ടു. പക്ഷെ ഞങ്ങൾ അവിടെ കറക്റ്റ് ടൈമിങ്ങിൽ വലിച്ച്, അത് വലിയൊരു റിസ്ക് ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആള് ഇല്ലാന്നൊരു അവസ്ഥയായിരുന്നു. എല്ലാ സ്റ്റണ്ടും, കാരണം ഞങ്ങൾ ചെയ്യുന്ന ഓരോ സ്റ്റണ്ടും ഭയങ്കര ടെൻഷനായിട്ടാണ്. ടെൻഷൻ ഞങ്ങൾ കാണിക്കൂല. പക്ഷെ അവിടെ കാണിച്ച ഡയറക്ടർക്ക് ടെൻഷനാവും, പ്രൊഡ്യൂസർക്ക് ടെൻഷനാവും. അപ്പൊ ഞങ്ങൾ ഓൾറെഡി ടെൻഷൻ കാണിക്കൂല. ഉറപ്പായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈറ്റർ ആയാലും ജീവനില്ല, അവരുടെ ജീവനൊക്കെ ഈ റോപ്പൊക്കെ പിടിക്കുന്നവരുടെ കയ്യിലാണ്. അതെ. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരാളുടെ ഭാഗത്ത് നിന്ന് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായ ഒരാള് ചിലപ്പോ മരിച്ചു പോവാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ ഒന്നാമത് ഞങ്ങൾക്ക് റിസ്ക് ഫാക്ടേഴ്സ് അറിയാം. എന്നാൽ കൂടി ഞങ്ങൾ മാക്സിമം സേഫ്റ്റി നോക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, മാക്സിമം സേഫ്റ്റി ഞങ്ങൾ ചെയ്യും. പക്ഷെ ഇങ്ങനെയുള്ള കുറെ റിസ്ക് ഞങ്ങൾക്ക് ഉണ്ട്. അതായത് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ടെൻഷനായിരിക്കും. ആ ഷോട്ട് തീർന്നാലാണ് നമുക്ക് ഒരു ആശ്വാസം കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ആ ഒരു പാനിക് ആയി പോയാലും പ്രശ്നം അല്ലേ? എന്ത് ചെയ്യണം എന്നറിയാതെ പെട്ടെന്ന് നമുക്കൊരു സൊല്യൂഷൻ കിട്ടാതെ വന്നാൽ ഇങ്ങനെ റോപ്പൊക്കെ കയ്യിൽ നിന്നൊക്കെ പോയാ ഇല്ല. ഞങ്ങൾ ഓൾറെഡി റോപ്പ് പ്രാക്ടീസ്, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ വരാം. പക്ഷെ ഈ പറഞ്ഞ പോലെ അൺഎക്സ്പെക്ടഡ് ലൊക്കേഷൻ ഉണ്ടാവുന്ന കുറെ സിറ്റുവേഷൻസ്, ഇപ്പൊ പറഞ്ഞ പോലെ ഗ്ലാസ് പെട്ടെന്ന് ടെമ്പറായി പോവാ, അല്ല പെട്ടെന്ന് കണ്ണിലോട്ട് മഴ ഓൾറെഡി പ്ലാൻ ചെയ്തതാണ്. പക്ഷെ കണ്ണിലോട്ട് അടിച്ചപ്പോൾ റോപ്പ് ഹോൾഡ് ചെയ്തവർക്ക് അൺഎക്സ്പെക്ടഡ്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു, അത് നേരത്തെ കൂട്ടി അറിഞ്ഞ് റോപ്പ് ലോക്ക് ചെയ്ത് വെച്ച്. അതുകൊണ്ട് ഞങ്ങളത് അറിയാം. ഇനി അങ്ങനെ വന്നാൽ കൂടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾ എടുക്കും, മാക്സിമം എടുക്കും. നമ്മൾ ഈ അടുത്ത് ഭയങ്കരമായിട്ട് എല്ലാവരും വിഷമിച്ച ഒരു വാർത്തയായിരുന്നു, രാജു എന്ന് പറഞ്ഞിട്ടുള്ള സീനിയർ ആയിട്ടുള്ള സ്റ്റണ്ട് മാസ്റ്റർ, അദ്ദേഹം മരണപ്പെട്ടത്. അത് കാറ് മറിഞ്ഞിട്ടായിരുന്നു, കാർ ജമ്പിങ്. അതെങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് ഒരു അപകടം പറ്റിയ എന്തെങ്കിലും അറിഞ്ഞായിരുന്നു? അതായത് പുള്ളി ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളൊരു കാർ ജമ്പറാണ്. ഒരുപാട് പടത്തിൽ ജമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ആ ഷോട്ട് എന്ന് പറഞ്ഞ ഒരു വൺ ഷോട്ട് ആയിരുന്നു. ആ വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും. അതായത് അവിടെ തൊട്ട് ഫോളോ ചെയ്തിട്ട് കാർ റാമ്പ് സെറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ കാറിന്റെ ഉള്ളിൽ എക്സ്ട്രാ റിഗ് ഒക്കെ ചെയ്യും. റോൾ കേജ് എന്ന് പറയും. റിഗും അതുപോലെ റാമ്പ് ചെക്ക് ചെയ്യും. ഇത്ര കിലോമീറ്റർ സ്പീഡിൽ വരാൻ പാടുള്ളതുണ്ടാവും. അതുപോലെ ഈ സ്റ്റണ്ട്മാൻ്റെ ഈ വണ്ടിയുടെ വെയിറ്റ് മാക്സിമം കുറയ്ക്കും. അതുപോലെ കുറെ സേഫ്റ്റിയുടെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ അതിൽ ചെയ്യും. പക്ഷെ ഇത് പെട്ടെന്ന് റിസ്ക് ഷോട്ടായിരുന്നു ആ ഷോട്ട് കണ്ടറിയാം. അതായത് ആ വണ്ടി അത്ര ദൂരത്ത് നിന്ന് വന്നപ്പോൾ റാമ്പിൽ നിന്നും ഭയങ്കര ഡിസ്റ്റൻസ് ആയി പോയി, വണ്ടി പോയി അടിച്ചു. ഒരു എനർജീനെ ഡൈവേർട്ട് ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് പരിക്ക് പറ്റില്ല. ഇവിടെ ഉണ്ടായത് ആ മണ്ണിൽ പോയിട്ട് വണ്ടി ഒന്ന് പതിച്ചു. ഇതിൽ പോയിട്ട് ഇടിച്ചു. ഹെൽമെറ്റും എല്ലാ സേഫ്റ്റി ജാക്കറ്റും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പരിധിക്ക് വിട്ടുപോയി. ഇപ്പൊ പറഞ്ഞ പോലെയുള്ള സ്റ്റണ്ട് മീൻസ് നമ്മൾ ചെയ്യുമ്പോഴേ മൈന്യൂട്ട് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. അതെ. ഇപ്പൊ ഞങ്ങളിപ്പോ സ്റ്റണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബെഡിലോട്ട് വീഴേണ്ട ഷോട്ട് ചെറിയൊരു ടൈമിംഗ് കൊണ്ട് ബെഡിന്റെ തൊട്ടപ്പുറത്തേക്ക് ആയിക്കായി കൂടിയിട്ടും പരിക്കാണ്.
ആള് മരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പറ്റിയതാണ് പുള്ളിക്ക്. നല്ല കാരണം അത്രയും ഒരു 52 വയസ്സായിരുന്നു. ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ്ഡ്. പൃഥ്വിരാജ് ഒക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഉറപ്പായിട്ടും. കാരണം പുള്ളി അത്യാവശ്യം എല്ലാ ആർട്ടിസ്റ്റായിട്ടും എല്ലാവരും അറിയപ്പെടുന്ന ഒരു വലിയൊരു കലാകാരനായിരുന്നു. ഇതുവരെയ്ക്കും പുള്ളിക്ക് അങ്ങനെ പറ്റിയിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ സമയവും അറിയാലോ. അതെ, ഇപ്പൊ ഈ അടുത്ത് വേറൊരു സെറ്റിൽ ഇതുപോലെ അപകടം ഉണ്ടായിരുന്നു. റോപ്പ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസിലായിട്ട് കിട്ടുന്ന ഒരാൾക്കാണ് ആ റോപ്പ് അഴിക്കാൻ പോയപ്പോഴാണ് അപകടം പറ്റുന്നത്. പിന്നെ അതുപോലെ ഞങ്ങൾ ലേഡീസിനെ വെച്ച് ഫൈറ്റ് ചെയ്യുമ്പോൾ വരെ അവർക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഫൈറ്റ് കഴിഞ്ഞ ഒരു വണ്ടിയിലോട്ട് കയറുമ്പോൾ കാല് പെട്ടെന്ന് സ്പൈനലായി മീൻസ് ടിസ്റ്റായി, ആംഗിൾ ടിസ്റ്റായി പോയി. അപ്പൊ അങ്ങനെയും പരിക്ക് പറ്റും. പക്ഷെ വരുമ്പോ എന്താന്ന് പറഞ്ഞാൽ സിനിമ സെറ്റിൽ സംഭവിച്ചു എന്നുള്ളൊരു. അതെ, അന്യൻ എന്ന് പറഞ്ഞ സിനിമയിലും ഒരു അപകടം ഉണ്ടായിരുന്നില്ല, കോമയിലൊക്കെ പോയ. അതായത് ഒരു 40-50 കരാട്ടെ ഫൈറ്റേഴ്സും വിക്രമായിട്ടുള്ള ഒരു ഫൈറ്റ്, ഒരു സ്റ്റേഡിയത്തിൽ വെച്ചിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു. അപ്പൊ ആ ഫൈറ്റില് ഇത്രയും പേര് വിക്രം അടിക്കണ വശം എല്ലാവരും കൂടി തെറിച്ചു പോകുന്നൊരു ഷോട്ട് ഉണ്ട്. ആ സിനിമ കണ്ടാ അറിയാം. അപ്പൊ അത്രയും പേരെ റോപ്പ് പോയിട്ട് ഒരു ലോറി പോലത്തെ ഒരു വണ്ടിയിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു ഫൈനൽ പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ വണ്ടി നിർത്തിയാൽ നമ്മൾ സീലിംഗുമ്പോൾ ജസ്റ്റ് ഒന്ന് അടിക്കുള്ളൂ. ആ ഫൈനൽ വിട്ട് പോയി കഴിഞ്ഞാൽ സീലിംഗും വിട്ട് പോലും. അപ്പോൾ ടേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഈ ലോറി ഡ്രൈവർക്ക് മിസ്കമ്മ്യൂണിക്കേഷൻ ആയിപ്പോയി. പുള്ളി ഫൈനൽ വിട്ട് വണ്ടി എടുത്തു, പോയി അടിച്ചു. അതിലൊരാൾ കോമയിലൊക്കെ പോയി. പീറ്റർ ഹെയിൻ മാസ്റ്റർ ആയിരുന്നു അത്. അതെ, എല്ലാവർക്കും സംഭവിക്കാം. നമ്മൾ പറഞ്ഞ പോലെ ചെറിയൊരു സംഭവം മതി, നമുക്ക് മൊത്തം റിസ്ക് ആണ്. ഇപ്പം കാറ് മറിക്കുന്നത്, അതുപോലെ തന്നെ ബൈക്ക് മറിക്കുന്നത്, ഇതൊക്കെ ഭയങ്കര റിസ്ക് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ സേഫ്റ്റിയാണ് ഇപ്പൊ ഞാൻ പറയില്ല, പഴയ കാലഘട്ടം ഇപ്പോഴത്തെ കാലഘട്ടം തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സേഫ്റ്റി എക്യുപ്മെന്റ്സ് കൂടിയിട്ടുണ്ട്. നമുക്ക് വളരെ സേഫ്ലി ചെയ്യാൻ പറ്റും. പണ്ടെന്ന് പറഞ്ഞാൽ റിയൽ ഒരാൾ ബൈക്ക് മറിച്ച് വീട് തന്നെ പാഡ് മാത്രമേ വയ്ക്കുള്ളൂ, സ്റ്റണ്ട് പാഡ് മാത്രമേ വയ്ക്കുള്ളൂ, ബൈക്ക് ഒറിജിനൽ മറയ്ക്കണം എന്നുള്ളത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്രീൻ മാറ്റ് വെച്ചിട്ട് തന്നെ ബൈക്കിന്റെ റിഗ് മറയ്ക്കുന്ന രീതിയിലുള്ള റിഗ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് മറയ്ക്കാൻ പറ്റും. പക്ഷെ ചില പടങ്ങളിൽ അത് ഒരു ഒറിജിനൽ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം വേണമെന്ന് പറയുമ്പോഴാണ് നമ്മൾ ആ റിസ്ക് എടുക്കുന്നത്. പക്ഷെ അത് ഉള്ള സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ആളെ മൊത്തം പാഡ് ചെയ്യും. എൽബോ, നമുക്ക് പരിക്ക് പറ്റാവുന്ന ഉള്ള ബോൺസ് ഉണ്ടാവും. നമ്മുടെ ആന്തരിക ചെസ്റ്റ് പാഡ്, സ്പൈനല്, അപ്പൊ അങ്ങനത്തെ പാഡൊക്കെ ചെയ്യും. പാഡ് ചെയ്തതിന് ശേഷം ഒരു ഇത്ര നിശ്ചിത സ്പീഡിൽ ഈ വണ്ടി വീഴാവുന്ന രീതിയിലുള്ള സെറ്റപ്പ് എല്ലാം ചെയ്ത്, ചില ഷോട്ടിൽ ബെഡ് ഉണ്ടാവും, റോപ്പ് ഉണ്ടാവും. അത് പല ഡിപ്പെൻഡ് ഓൺ ഒരേ ഷോട്ടായിരിക്കും കേട്ടോ. ചിലപ്പോൾ ബൈക്ക് ഇടിച്ച ആൾ തെറിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റോപ്പിൽ ആളെ ഹോൾഡ് ചെയ്യും. അപ്പോൾ റോപ്പ് സേഫ്റ്റി ഉണ്ട്. ഒരു 2000 ടണ്ണൊക്കെ താങ്ങുന്ന റോപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് സേഫ്റ്റി കൂടി. പണ്ടാണ് കൂടുതൽ അപകടം സംഭവിച്ചിരുന്നത്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന അപകടങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ ഇത്ര സേഫ്റ്റി നമ്മൾ ചെയ്യും. ഇപ്പൊ കാറ് മറക്കുകയാണെങ്കിൽ നമ്മൾ റാമ്പ് ചെക്ക് ചെയ്യും, ഇത്ര കിലോമീറ്റർ സ്പീഡ്, ഫ്യൂവൽ ടാങ്ക് നമ്മൾ റിമൂവ് ചെയ്യും. അതുപോലെ ബാറ്ററി, അതായത് സ്പാർക്ക് ആയിട്ട് ബ്ലാസ്റ്റ് ആവാനുള്ള എല്ലാതും നമ്മൾ ആദ്യം റിമൂവ് ചെയ്ത് സെറ്റ് ചെയ്ത്, മൈനോട്ട് പെട്രോൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഡീസൽ. അതിൽ ഒരു നിശ്ചിത സ്പീഡിൽ പോയിട്ടാണ് ഇത് മറക്കുകയുള്ളൂ. ഇനി നല്ല ഹൈറ്റ് വരുന്നുള്ള കേസിൽ നമ്മൾ ഇത് പറഞ്ഞ പോലെ ആളില്ലാതെ ഡമ്മി വെച്ചിട്ട് ഈ ക്രാഷ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന പോലെ ടെസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടല്ലോ, വണ്ടികൾ ഇടിക്കും. അതുപോലെ റോപ്പ് ബ്ലാസ്റ്റ് ആവില്ലേ? അപ്പൊ ആ കേസിൽ ആളുണ്ടാവില്ല, ഡമ്മിനെ നമ്മൾ ഇരുത്തും. ആൾക്ക് വരെ ഡമ്മി ഇരുത്തും. ഈ ആർട്ടിസ്റ്റ് മറയ്ക്കുന്ന ഒരു ചെറിയൊരു മൂവ്മെന്റ് മാത്രം നമുക്ക് തന്നിട്ട് ആളെ മാറ്റും, ഡമ്മിന് ഇരുത്തും. നമ്മൾ കേബിൾ വെച്ചിട്ട് മറ്റൊരു വണ്ടിയിൽ റിഗ് ചെയ്തിട്ടാണ് ആളെ മറയ്ക്കുക. അങ്ങനെ മറിച്ചിട്ട് നമ്മൾ സേഫ്റ്റി, ഇപ്പൊ സേഫ്റ്റിക്ക് ഭയങ്കരമായിട്ടുള്ള ഇതുണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്. പണ്ട് പക്ഷെ റിസ്ക് ആയിരുന്നു. ഇപ്പൊ ബെഡ് ഉണ്ട്. ഈ ഫൈറ്റ് മാസ്റ്റേഴ്സിന് അതുപോലെ തന്നെ ഫൈറ്റേഴ്സിനൊക്കെ അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ആരാണ് ഇതിന്റെ റിസ്ക് ഏറ്റെടുക്കുന്നത്? ഇതിന് നമുക്ക് എന്തെങ്കിലും സേഫ് ആയിട്ട് നമ്മൾ നിൽക്കണമല്ലോ, പൈസയൊക്കെ ചെലവാക്കുന്നത്. അതിപ്പോ സത്യം പറയാം, മാസ്റ്റേഴ്സിനാണ് ഏറ്റവും റിസ്ക്. സെറ്റിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ മാക്സിമം അവിടെ ഇല്ലാണ്ട് നോക്കും. ഞങ്ങളുടെ അസോസിയേഷൻ ഉണ്ട്, യൂണിയൻ ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇൻഷുറൻസ്, യൂണിയനിൽ ഞങ്ങളൊരു ഫൈറ്റ് ഒരു സിനിമയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പൈസ യൂണിയനിലൊക്കെ ചെയ്ത് ഞങ്ങൾ മാക്സിമം ആ കുടുംബത്തിന് പ്രശ്നമില്ലാത്ത രീതിയിൽ ഞങ്ങൾ ചെയ്യുന്ന ഓപ്ഷൻസ് ഒക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ റിസ്ക് മാസ്റ്റർക്കായിരിക്കും. പ്രൊഡക്ഷൻ ആ സിനിമ കഴിയുന്നവരൊക്കെയായിരിക്കും ചിലപ്പോൾ അത് ചെയ്യുക. ബാക്കി അയാളുടെ ഫാമിലീസിനൊക്കെ നമ്മളായിരിക്കും, യൂണിയൻ ആയിരിക്കും. അതിനാണ് നമ്മൾ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുക്കാൻ മസ്റ്റായിട്ട് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ റിസ്ക് എലമെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ ആ സിനിമയിൽ പ്രൊഡ്യൂസർ നമ്മളെ ചിലപ്പോൾ സഹായിച്ചെന്ന് വരാം, പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ജീവിതം, നമ്മുടെ ഫാമിലിയുടെ ജീവിതമൊക്കെ കുറെ നാള് ഇങ്ങനെ റെസ്റ്റ് എടുക്കേണ്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് ആ സിനിമ ചെയ്തവരിൽ നിന്ന് ഒരു സാമ്പത്തിക സഹായം അങ്ങനെയൊന്നും ലഭിക്കില്ല. ഉണ്ട്. ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വലിയ പടങ്ങളൊക്കെ ആർട്ടിസ്റ്റിന്റെ സഹായം, പ്രൊഡ്യൂസറിന്റെ സഹായം ഒക്കെ ഉണ്ടാവാം. പക്ഷെ യൂണിയൻ ആണ് നമുക്ക് കൂടുതലും. അത് കഴിഞ്ഞിട്ടുള്ള കേസിൽ നമുക്ക് ഇപ്പോൾ എല്ലാവരും മെമ്പേഴ്സ് ഉണ്ടല്ലോ, എല്ലാവരും കൂടിയിട്ട് ഒരു പേയ്മെന്റ്, ഒരു പുള്ളി ഓൾറെഡി ഒരു പടം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നിശ്ചിത തുക ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കും. ഇൻഷുറൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യത്തിനുള്ള എമൗണ്ട് ഒക്കെ വെച്ചിട്ടായിരിക്കും പിന്നെ പോവുക.
പിന്നെ മാക്സിമം റിസ്ക് ഇല്ലാതെ ചെയ്യാന്നുള്ളതാണ്. എന്നാലും ഈ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ വരും. പക്ഷെ എത്ര കാലം വെച്ചാൽ നമുക്ക് എന്തൊക്കെയാണ് അവിടുന്ന് ഒരു തുക കിട്ടിയാലും ആ ഒരു തുക കഴിഞ്ഞാൽ പിന്നെ എവിടെ നിന്നും ലഭിക്കുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ആ സിനിമ ചെയ്തവർ തന്നെ ആ റിസ്ക് ഏറ്റെടുക്കുന്ന അങ്ങനെ നിങ്ങൾ ഇതിൽ എഴുതൊന്നുമില്ല അതുണ്ടാവും ചില ഷോട്ടുകൾക്ക്. ഞാൻ പറഞ്ഞ പോലെ ഫയർ ഷോട്ട്, ഈ കാറ് മറയ്ക്കുന്ന ഷോട്ട്, ഇത്ര കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഒരു എഗ്രിമെന്റ് പരിപാടിയൊക്കെ ഉണ്ട്. നമ്മൾ ഇത് റിസ്ക് ഷോട്ടാണെന്നുള്ള അപ്പൊ അതിന്റെ ഒരു എമൗണ്ട് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്യുന്ന അക്കൗണ്ടിൽ കയറും. അതുപോലെ ഈ പറഞ്ഞ പോലെ മറ്റ് പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഇതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ആ റിസ്ക് ഷോട്ട് നമ്മൾ ചെയ്യാൻ അനുവദിക്കുക. ഇനി അത്ര ഹെവി റിസ്ക് ആണെങ്കിൽ നമ്മൾ ആർട്ടിസ്റ്റ് പോലും ഇല്ലാതെ ചെയ്യാനുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഫെസിലിറ്റീസ് കൂടിയിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് റിസ്ക് എലമെന്റ് കുറവാണ്, കാരണം അത്രയും ഫെസിലിറ്റീസ് കൂടിയേക്കാണ്. ഒരു ഫയർ ഷോട്ട് ചെയ്യുമ്പോൾ പോലും നമുക്കിപ്പോൾ എന്താ പറയാ, നമ്മുടെ ദേഹത്ത് തീ പിടിക്കാതൊക്കെയുള്ള ജെല്ല് ഉണ്ടാവും. അതുപോലെ നമ്മുടെ ഒരു കോസ്റ്റ്യൂം ഉണ്ട്, ഒരു നോമെക്സ് എന്ന് പറഞ്ഞൊരു കോസ്റ്റ്യൂം ഉണ്ട്. ആ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് ഈ ഫയർ നമുക്ക് നമ്മുടെ ദേഹത്ത് പറ്റാത്ത തീ പിടിക്കില്ല, മാക്സിമം തീ പിടിക്കാത്ത സംഭവങ്ങളാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം അപ്പോൾ ഉണ്ടാവും മാത്രമാണ് ഈ വിഷയങ്ങൾ വരുന്നുള്ളൂ. ഇപ്പോൾ സേഫ്റ്റിക്ക് ഭയങ്കരമായിട്ടുള്ള ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്, മാക്സിമം ഗ്യാരണ്ടി. റോപ്പ് മാറിപ്പോയി, പണ്ടൊക്കെ റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മൈന്യൂട്ട് റോപ്പ്, CG മായ്ക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ആഫ്റ്റർ എഫക്ട്സിലൊക്കെ മായ്ക്കാനുള്ള ഓപ്ഷൻസ് വന്നു. അതുകൊണ്ട് വലിയ ഹെവി റോപ്പ് ഉണ്ട്. പിന്നെ ഫയർ ഷോട്ട് ഞാൻ പറഞ്ഞല്ലോ, കോസ്റ്റ്യൂം, ജെല്ല്, നമ്മുടെ മേലെ നിന്നുള്ള ഹീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ജെല്ലുണ്ട്. പിന്നെ കാറ് ഇതുപോലെ തന്നെ മറയ്ക്കുന്ന ഒരു കേസിൽ അതിന് വേണ്ടിയിട്ടുള്ള റിഗ് ഉണ്ട്. ഇപ്പൊ ഞങ്ങള് പുതിയ റിഗുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ എഫേർട്ട് ഇല്ലാതെ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ സേഫ് ആയിട്ട് ചെയ്യാന്നുള്ളത് ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ ഒരു കെട്ടിടത്തിന്റെ മേലെ നിന്ന് താഴെ വീഴുന്ന ഒരു 5ാം നിലയിൽ 6ാം നിലയിൽ വീഴുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഈ ബെഡിൽ തന്നെ വീഴണം. അത് അവിടെ നമ്മൾ ബെഡ് ഉപയോഗിക്കാതെ കുറച്ച് കാർട്ടൂൺ ബോക്സ്, റോപ്പിന്റെ ഒരു ഹോൾഡിംഗ് ഒക്കെ നമ്മൾ ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി താഴത്തുനിന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് എനർജിനെ നമ്മൾ ഡയറക്റ്റ് ഒന്ന് അടിക്കുമ്പോഴാണ് നമുക്ക് പരിക്ക് പറ്റുക. ആ പരിക്കിന് ഇല്ലാതിരിക്കാനുള്ള സേഫ്റ്റി മെഷർമെന്റ് നമ്മൾ എടുക്കും. എന്നിട്ടാണ് ഒരാളെ അത്ര ഹൈറ്റിൽ നിന്ന് വീഴ്ത്തുക. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഗ്രീൻ മാറ്റിലൊക്കെ ചെയ്യാം. ഇപ്പോ നമ്മൾ ഒരു കൊക്കയുടെ മുകളിൽ നിന്ന് ഒരാൾ വീഴുന്ന ഷോട്ട് നമുക്ക് ഒരു ഫ്ലോറിൽ നിന്ന് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് വരെയായി. പക്ഷെ ആ ഫ്ലോറിൽ നമ്മൾ തന്നെയായിരിക്കും റോപ്പിൽ ഹോൾഡ് ചെയ്തിട്ട് സേഫ്റ്റി. ഇപ്പൊ എത്ര നില എന്നുള്ളത് നമുക്ക് കൂട്ടാൻ പറ്റും. അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് വന്നു. ഹൈറ്റ് കൂട്ടാൻ പറ്റുന്ന ഒരു പരിപാടിയൊക്കെ വന്നു. പണ്ട് അങ്ങനെ അല്ലായിരുന്നു, പണ്ട് റിസ്ക് ആയിരുന്നു. പണ്ട് അങ്ങനെ ചാടുന്ന സമയത്ത് അങ്ങനെ പരിക്ക് പറ്റിയിട്ട് അങ്ങനെ ആരെങ്കിലും ഒക്കെ അറിയോ? ഒരുപാട് പേരുണ്ട്. അതിപ്പോ ചെന്നൈയിലെ ഇപ്പോൾ ഈ അടുത്തൊരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ചെന്നൈ യൂണിയനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേരെ ഫോട്ടോ തന്നെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ മരിച്ചവർ. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഫെസിലിറ്റീസ് ഇല്ല. ഇത് ചെയ്യുക ഡൂ ഓർ ഡൈ എന്ന് പറഞ്ഞൊരു ആക്ഷൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു അവസ്ഥയ്ക്കായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള സേഫ്റ്റി വന്നിട്ടുണ്ട്, എന്നാലും റിസ്ക് ആണ്. ഇപ്പോൾ ഒരു ഇത്രയും റിസ്ക് എടുക്കുന്ന ഒരാൾക്ക് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പം നായകനായിക്കോട്ടെ ആർക്കായാലും പൈസ അങ്ങോട്ട് ആവശ്യപ്പെടാം, ശമ്പളം ഇത്ര നമുക്ക് വേണം എന്നുള്ളത് അവരെ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇത്രയും റിസ്ക് ആണ്, ഡിമാൻഡ് ചെയ്യാൻ പറ്റുമോ ശമ്പളത്തിന് വേണ്ടി? അത് ഡിപ്പെൻഡ്, റിസ്ക് ആണ്. ഇപ്പോൾ മീൻസ് ഷോർട്ടാണ്, സ്ക്രിപ്റ്റ് ആണ്. ഇപ്പോൾ ഒരു നോർമൽ ഫൈറ്റ് ആണെങ്കിൽ നമുക്ക് ഇത്ര ഒരു എമൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യും. അല്ലാത്ത ഇങ്ങനത്തെ റിസ്ക് എലമെന്റിനാണെങ്കിൽ നമ്മൾ ഇത്രയും ഒരു റെമ്യൂണറേഷൻ നമ്മൾ ഓൾറെഡി പറയും. എന്നിട്ടാണ് നമ്മൾ ആ ഷോട്ട് ചെയ്യുക. അപ്പൊ സിനിമയ്ക്ക് ഇപ്പോൾ ഇതിന്റെ സേഫ്റ്റി എക്യുപ്മെന്റ്സിന്റെ ഇതും നമ്മൾ പറയും. ഇങ്ങനെ സേഫ്റ്റി സാധനങ്ങൾ വേണം, ക്രൈം വേണം, നമ്മൾ റോപ്പ് ഉപയോഗിക്കും, ബെഡ് ഇത്രയും വേണം എന്നൊക്കെ നമ്മൾ നേരത്തെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു റിസ്ക് ഷോട്ട് ചെയ്യുള്ളൂ. റിസ്ക് ആണെന്ന് അറിഞ്ഞിട്ട് അതിനുള്ള എല്ലാതും ചെയ്തതിന് ശേഷം ചെയ്യുള്ളൂ. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ റിസ്ക് ഒഴിവാക്കാനുള്ള എല്ലാതും നമ്മുടെ കയ്യിലുണ്ട് ഓൾറെഡി. പണ്ടത്തെ കേസിലാണ് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുന്നത്. ഒരു ആക്ഷൻ കൊറിയോഗ്രാഫർ ബഡ്ജറ്റിനനുസരിച്ചാണോ അതോ കഥയ്ക്കനുസരിച്ചിട്ടാണോ ഫൈറ്റ് സീക്വൻസ് ചെയ്യുന്നത്? ഇപ്പൊ നമുക്കൊരു കഥ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിലെ ഒരു ഷോട്ട്, ഇപ്പൊ റിസ്ക് ആയിട്ടുള്ള ഒരു ഷോട്ട്, ഒരാൾ താഴത്തോട്ട് ഇങ്ങനെ വീഴണം എന്നാണ് ആ കഥയിലുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു സീക്വൻസ് നമുക്ക് 3 രീതിയിൽ ചെയ്യാൻ പറ്റും. ഞങ്ങൾ പറയും ഇതിന്റെ റിസ്ക് എലമെന്റ് ഇങ്ങനെയാണ്, ഇതിന്റെ ബഡ്ജറ്റ് ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു ഷോട്ടാണ്. അതായത് ഞങ്ങളുടെ 3 രീതി ഞങ്ങൾ പറയും. ആ 3 രീതിയിൽ ഡയറക്ടർക്ക് ഏതാണ് ഷോട്ട് വേണ്ടത്. ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വണ്ടി ഒരാളെ ഇടിക്കുന്ന ഒരു ഷോട്ട് പോലും വണ്ടി ആളും പോലും വേണ്ട. അപ്പൊ വണ്ടി സെപ്പറേറ്റ് എടുക്കാം, ആള് വീഴുന്ന സെപ്പറേറ്റ് എടുക്കാം, എന്നിട്ട് രണ്ടും കൂടി സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ഞങ്ങൾ ഈ ഒരു മെത്തേഡ് പറയും. അതുപോലെ തന്നെ പല മെത്തേഡ് പറയും. ഡയറക്ടർക്ക് ഏതാണോ ഓക്കെ അതാണ് നമ്മൾ ആദ്യം ചൂസ് ചെയ്യുക ഫസ്റ്റ്. എന്നിട്ട് അപ്പോൾ എത്ര ബഡ്ജറ്റ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ബഡ്ജറ്റ് ആണെങ്കിൽ പ്രൊഡ്യൂസർ ഓക്കെ ഇതാണെങ്കിൽ നമ്മൾ ആ സീക്വൻസ് ചെയ്യും. അപ്പോൾ അത് ഡിപ്പെൻഡ് സ്ക്രിപ്റ്റും ബഡ്ജറ്റും ഒക്കെ ഇൻക്ലൂഡ് ആയിരിക്കും. പക്ഷെ ബഡ്ജറ്റിന് കോംപ്രമൈസ് ചെയ്യുമ്പോൾ പലപ്പോഴും സേഫ്റ്റിക്ക് അതൊരു ഇഷ്യൂ ആവുമോ? ഇല്ല, ഞാൻ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ബഡ്ജറ്റ് കൂടുന്നത്.
അല്ല, ഇത്രയും ബഡ്ജറ്റ് തരാൻ, ഇത്രയും ബഡ്ജറ്റ് ഇതിന് ചെലവാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഒരു ആർട്ട് ഡയറക്ടറെയൊക്കെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അവർ പറഞ്ഞു ചെറിയ ബഡ്ജറ്റ് ആയിരിക്കും. ഇപ്പൊ തമിഴ് മൂവീസിലൊക്കെ ആ വലിയ ബഡ്ജറ്റ് ആ ഉണ്ടാവും. ആ. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ അധികം ഒരു പെർഫെക്റ്റ് ആവാറില്ല എല്ലാം. ഇല്ല 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 ഇല്ല. അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ ഇത് പറയും. ഒരു ഇപ്പൊ ആരാണോ നമ്മളോട് വിളിച്ചിട്ട് ഈ സ്റ്റോറി പറഞ്ഞിട്ടുള്ള അവരോട് പറയും ബഡ്ജറ്റ് ഇങ്ങനെയാണ്. അപ്പൊ അത് വിട്ടിട്ട് അവർക്ക് ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലത്തുള്ള മറ്റു ഓപ്ഷൻസ് ഞങ്ങൾ പറയും ഇങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ഒഴിവാക്കാം. അല്ലെങ്കിൽ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇതുപോലെ എല്ലാത്തിനും നമ്മുടെ രീതിയിൽ അതിനുള്ളൊരു സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ ആ രീതിയിലായിരിക്കും നമ്മൾ ഇത് ഓപ്ഷൻ ചെയ്യാം. ഈ ബഡ്ജറ്റ് കുറവുള്ളെങ്കിൽ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ നമ്മൾ എടുക്കും. പക്ഷെ റിസ്ക് അപ്പൊ എടുക്കാൻ ഞങ്ങൾ മാക്സിമം നിൽക്കില്ല. കാരണം നമ്മള് അവര് പൈസ മുടക്കാൻ തയ്യാറല്ല, നിങ്ങൾ റിസ്ക് എടുക്കണം എന്ന് പറയുമ്പോൾ അത് ഭയങ്കര നിങ്ങൾക്കല്ലേ, നിങ്ങളുടെ തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിം ആയാലും റീലായാലും എന്തായാലും ഇത് റിസ്ക്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ്. ഏത് നിമിഷം എന്തും സംഭവിക്കാം. അപ്പൊ ഞങ്ങൾ ആ റിസ്ക് ഒക്കെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ ഓരോ ഷോട്ട് ഇപ്പോൾ ഇന്ന പോലെ റോപ്പ് വലിക്കാൻ ഇത്രയും പേര് വേണം. അപ്പോൾ കുറച്ച് ആൾക്കാരെ കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പറയും ഇന്ന. അപ്പൊ റോപ്പ് ഇങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ അത്രയും പേര് വേണ്ടല്ലോ. അപ്പൊ റോപ്പ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഒരാൾ തൂങ്ങുന്നത് നമുക്ക് വേണമെങ്കിൽ കൺവിൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ മതിയോ, അല്ലെങ്കിൽ ആ രീതിയിൽ മതിയോ, ഹോൾഡിംഗ് മാത്രം മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അതനുസരിച്ച് ഞങ്ങൾ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഉറപ്പായിട്ടും. അപ്പം ഏത് സിനിമയാണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ളത്? 52ഓളം ഇൻഡിപെൻഡന്റ് ആയിട്ട് 52ഓളം വർക്ക് ചെയ്തു. അല്ലാതെ ഒരുപാട് 1-2 ആക്ഷൻ സീക്വൻസ് ചെയ്ത് ഒരുപാട് മൂവീസ് ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ എഫേർട്ട്, എല്ലാത്തിലും എഫേർട്ട് ഉണ്ട്, എന്നാൽ ഏറ്റവും ബഡ്ജറ്റ് ആയിട്ട് ചെയ്ത ഏതായിരിക്കും ഓർമ്മയിലുണ്ടോ? അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റുകൾ നമുക്ക് വരും. ഇപ്പോൾ ചിലപ്പോൾ ചെറിയൊരു പോർഷൻ പോലും ചിലപ്പോൾ ബഡ്ജറ്റിൽ ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. ചെറിയൊരു സീക്വൻസ് ആയിരിക്കും. അതായത് അയാൾക്ക് അത്ര മൈന്യൂട്ടായിട്ട് ആ സീക്വൻസ് വേണം എന്ന് പറയുന്നത്. എക്സിറ്റ് എന്ന് പറഞ്ഞൊരു പടം, നമ്മുടെ ആനന്ദം പടത്തിലൊക്കെ ചെയ്ത കുപ്പീനൊക്കെ വെച്ചിട്ട് ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ഭയങ്കരമായിട്ടൊരു അതെ. അതില് ഞങ്ങൾ ഒരു സെക്കൻഡ് ഹാഫ് തൊട്ട് സ്റ്റണ്ട് മാസ്റ്റർ ആണ് മൊത്തം ഡയറക്ട് ചെയ്യുന്നത്. അതിൽ അവിടെ നിന്ന് തൊട്ടിട്ട് മൊത്തം നമുക്കാണ് കഥ സ്റ്റണ്ടിലൂടെ പോകുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു വർക്ക് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബഡ്ജറ്റ് കൂടുതലും ഇപ്പോ ഒറിജിനൽ ബീഫ് വരെയാണ് വൈശാഖനായ പുള്ളി ഒറിജിനൽ ബീഫ് ഒക്കെയാണ് കഴിച്ചത്. അപ്പോൾ അങ്ങനത്തെ കേസൊക്കെ റിസ്ക് വരാറുണ്ട്. അപ്പോൾ അതൊരു പറഞ്ഞ പോലെ അത് ബഡ്ജറ്റാണ്. ചില കേസിൽ വലിയ പടമായിരിക്കാം, പക്ഷെ ഷോർട്ട് ചിലപ്പോൾ ചെറുതായിരിക്കും, അപ്പോൾ ബഡ്ജറ്റ് കുറവായിരിക്കും. അപ്പോൾ പല ടൈപ്പ് ഓഫ് ആണ് വന്നതാണ്. ഇപ്പൊ എന്റെ ഓർമ്മയിൽ ഏതൊക്കെയാണ് ബഡ്ജറ്റ് എന്നുള്ളത് നോക്കാറില്ല. അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ഡയറക്ടേഴ്സ് ഇതില് തൃപ്തിയാവോ, അല്ലെങ്കിൽ വീണ്ടും ചെയ്യിപ്പിക്കുവോ? എങ്ങനെയാണത്? അത് പല ഡയറക്ടേഴ്സ് വാശി പിടിക്കുവോ ഡയറക്ടേഴ്സ്, ഇത് പോരാ, മതിയായില്ല? തീർച്ചയായിട്ടും. പല ടൈപ്പ് ഡയറക്ടേഴ്സ് ഉണ്ട്. എനിക്ക് ഇന്ന പോലെ എന്റെ കഥ ഇതാണ്, എന്റെ സിനിമയ്ക്ക് ഇതാണ് വേണ്ടതെന്ന് പറയുമ്പോൾ പുള്ളി അവിടെ ഇരിക്കും, മോണിറ്ററിന് അവിടെ ഇരിക്കും. ചില ഡയറക്ടേഴ്സ് ചിലപ്പോൾ ഫൈറ്റ് സീക്വൻസ് നമ്മളെ ഏൽപ്പിച്ചിട്ട് അവർ പോവും, അല്ലെങ്കിൽ അവർ അവർ ഫ്രീ ആവുന്നത് നമ്മൾ വരുമ്പോഴാണ്. അപ്പോൾ സീനും ഫൈറ്റും ഇൻക്ലൂഡ് ആവുന്ന കേസിൽ ഡയറക്ടേഴ്സ് ഉണ്ടാവും. കാരണം അവരുടെ കഥയുടെ മൂഡ് അങ്ങനെ ആയിരിക്കും പോകുന്നുണ്ടാവുക. ചിലപ്പോൾ ആർട്ടിസ്റ്റിന് ഇമോഷൻ കറക്റ്റ് ആയിട്ടുണ്ടാവില്ല. നമ്മൾ ഫൈറ്റ് ആയിരിക്കും ചിന്തിക്കുക. ഇപ്പൊ ഒരു ഫൈറ്റ് എടുക്കുമ്പോൾ ക്യാമറമാൻ ചിന്തിക്കുന്നത് എങ്ങനെയൊക്കെ നല്ല ഷോർട്ട് ആയിട്ടുണ്ടോ ഇതൊക്കെ ആയിരിക്കും. ഒരു ഡയറക്ടർ ചിന്തിക്കുന്നത് അവരുടെ സ്റ്റോറി വിട്ടിട്ട് അതെ അതിനെ ഡയറക്ടർ നോക്കുക. ഫൈറ്റ് നമ്മൾ നോക്കുന്നത് ഫൈറ്റ് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ കഥ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഡയറക്ടർ പറയും ഇത് എന്റെ പടത്തിൽ ഇത്ര വേണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അതനുസരിച്ച് ചെയ്തു കൊടുക്കും. സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം മൊത്തം ഡിസൈൻ അങ്ങനെ ആയതിനു ശേഷം നമ്മൾ വർക്ക് ചെയ്യും. ഒരു സിനിമയില് നമ്മൾ ലാസ്റ്റ് ക്ലൈമാക്സ് എടുക്കുകയാണെങ്കിൽ ഒരു വില്ലൻ കൊല്ലപ്പെടുന്നു. ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് വെടിവെച്ച് കൊല്ലുമ്പം അതിപ്പം നമ്മൾ പ്രേക്ഷകർ വിചാരിക്കും അത് കുറഞ്ഞു പോയി, കൂടുതൽ ക്രൂരമായിട്ട് കൊല്ലായിരുന്നു. അങ്ങനെ ഒരു ക്രൂരഭാവം ഒക്കെ വരുന്നത് ഒരു ക്രിയേറ്റീവ് സ്പേസ് നിങ്ങൾക്ക് തന്നെ തരുമോ ഡയറക്ടേഴ്സ്? തീർച്ചയായിട്ടും. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കഥ നമ്മൾ ആദ്യം പറയും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഡയറക്ടർ ഡിസ്കഷൻ ഉണ്ടാവും. അതായത് ഇതുപോലെയാണ് ആളെ കൊല്ലേണ്ടത്. അപ്പൊ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് മാത്രം നമ്മൾ ചെയ്യും. നമ്മൾ എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും, സാർ നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചാൽ കുറച്ചുകൂടി ഇമ്പാക്ട് ഉണ്ടാവും എന്ന് പറയുമ്പോൾ ചിലവർ പറയും ഓക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ അതനുസരിച്ച് ചെയ്യും. അല്ലാത്ത കാര്യങ്ങളിൽ മാത്രമാണ് ഈ രീതിയിൽ പോകുന്നത്. ചിലപ്പോൾ ചില സിനിമകളിലൊക്കെ ഭയങ്കര ബ്രൂട്ടാലിറ്റി അത് ഭയങ്കര കൂടുതലായിരിക്കും. ഒരു ആക്ഷൻ എന്നൊക്കെ പറഞ്ഞ സിനിമയിലൊക്കെ ഭയങ്കര ബ്രൂട്ടലായിട്ടാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കൊല്ലുവാണെങ്കിൽ അത് നമുക്കും ഇഷ്ടപ്പെടില്ല പ്രേക്ഷകർക്ക്. അപ്പൊ അങ്ങനെയുള്ള ക്രിയേറ്റീവ് സ്പേസ് എല്ലാ സിനിമകളിലും കിട്ടും. തീർച്ചയായിട്ടും. അത് ഇപ്പോൾ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സ് നമ്മളോട് ആദ്യം ഡിസ്കസ് ചെയ്യും. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതിന് ശേഷം ഷൂട്ട് ചെയ്യുന്നത് ഓൾറെഡി ആ സെറ്റിൽ വെച്ചിട്ട് നമ്മൾ ഇമ്പ്രൂവ്മെന്റ് ചെയ്യും. ചിലപ്പോൾ ആ സെറ്റിൽ വന്ന് അല്ലെങ്കിൽ ആ ലൊക്കേഷൻ കാണുമ്പോൾ കുറച്ചും കൂടിയൊക്കെ നമുക്ക് ഒരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഞാൻ ഡയറക്ടറായിട്ട് ചോദിക്കും നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്താലോ. അപ്പോൾ ചിലപ്പോൾ കഥ വിട്ടിട്ട് പോകുന്നുള്ള ഇത് പറയുകയാണെങ്കിൽ ഞാനത് ചെയ്യില്ല.
അല്ലാത്ത കേസിൽ എൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്ത ഭംഗിയാക്കാൻ പറ്റും. ഞാൻ എപ്പോഴും നോക്കുന്നത് ഫൈറ്റ് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ സീൻസ് എത്രയും ഭംഗിയാക്കാൻ പറ്റും, മാക്സിമം സ്പേസ് തരും, ഡയറക്ടേഴ്സ് തരും. തന്നില്ലെങ്കിൽ എന്താന്ന് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്കിന്റെ പ്രശ്നം. ഇപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ ഒരു ഷോട്ടാണ് വേണ്ടത്, അപ്പൊ ഞാൻ അതിന്റെ റിസ്ക് പറയും. അപ്പോൾ റിസ്ക് ആന്ന് പുള്ളിക്ക് മനസ്സിലായി കഴിഞ്ഞാലാണ് നമുക്കത് വർക്കൗട്ട് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അപകടം പറ്റാം, ഇപ്പോൾ വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ പ്രേക്ഷകന്റെ ഒരു തോട്ടിനനുസരിച്ച് തന്നെ ഫൈറ്റ് മാസ്റ്ററും ഇങ്ങനെ സഞ്ചരിക്കണം അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ വിഷ്വൽ നമുക്ക് ആദ്യം വേണം. ഇതിന്റെ ഔട്ട് എങ്ങനെയായിരിക്കും, അതുള്ള ഒരു ഔട്ട് നമുക്ക് വേണം. ചിലപ്പോൾ വയലൻസ് ആയിട്ടുള്ള അറ്റാക്ക് ആണെങ്കിൽ വയലൻസ് രീതിയിലായിരിക്കും ഷൂട്ട് ചെയ്യുക. ക്യാമറ പോലും ആ രീതിയിൽ നമ്മൾ മാറ്റും. ആ ക്യാമറ ഓപ്ഷൻ നമ്മൾ തന്നെ ചെയ്യുക, ഷോട്ട് നമ്മളാണ് വെക്കുകയാണ്. അതുപോലെ അതിന്റെ ഇമ്പാക്ട്സ്, പ്രോപ്പർട്ടീസ് അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. അത് എന്താണോ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് നമ്മൾ ചെയ്യും. അപ്പോൾ ഡയറക്ടറിന്റെ അതേ ഒരു ക്രിയേറ്റീവ് സ്പേസ് തന്നെ സ്റ്റണ്ട് മാസ്റ്ററിനുണ്ട്. തീർച്ചയായിട്ടും. ആക്ഷൻ ഡയറക്ടർ എന്നാണ് ശരിക്കും പറഞ്ഞാൽ, നമ്മൾ ഡയറക്ട് ചെയ്യണം മൊത്തത്തിൽ. ആക്ഷൻ ഡയറക്ടർ ആണ്, ആക്ഷൻ കൊറിയോഗ്രാഫർ ആണ്. അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ടാണ് ആക്ഷൻ ഡയറക്ടർ എന്ന് പറയുന്നത്, ഇങ്ങനെ ഡയറക്ടേഴ്സിന് സ്പേസ് ഉള്ളത് കൊണ്ട്. അതെ അതെ അതെ. കാരണം എന്ന് പറഞ്ഞാൽ കൊറിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ആ സീൻ എങ്ങനെയെന്നുള്ളത് നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് വിത്ത് നമ്മൾ ക്യാമറ ആംഗിൾ നമ്മളായിരിക്കും ഫൈറ്റിന്റെ സമയത്ത് നമ്മളായിരിക്കും ക്യാമറ വെക്കുക. ക്യാമറ DOPക്ക് നമ്മളാണ് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ഇന്ന പോലെയാണ് ഷോട്ട് എടുക്കേണ്ടത്, ഇതൊക്കെ നമ്മളാണ് പറയാ. എന്നാലാണ് നമ്മുടെ ആ ഔട്ട് കിട്ടുള്ളൂ. പക്ഷെ അതിനിടയിൽ കയറിയിട്ട് ഡയറക്ടേഴ്സ് മാക്സിമം ആരും ആൾക്ക് വേണ്ടത് പറയും. ആൾക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ആൾ ഓപ്ഷൻ പറയും എന്നല്ലാതെ അതിൽ ഇടപെടാറില്ല ഒരു ഡയറക്ടർ. അത് ഒരു നല്ല കാര്യമാണ്, നിങ്ങളുടെ ഒരു ഇതനുസരിച്ച് ചെയ്യാലോ. അല്ലെങ്കിൽ റിസ്ക് കൂടുതലാണ്. ഞാൻ പറഞ്ഞ പോലെയുള്ള അപകടങ്ങൾ പറ്റാം. അപകടം മനസ്സിലാക്കിയിട്ടാണ് പറയാം, സാർ നമുക്ക് ആ ഷോട്ട് ഇങ്ങനെ എടുക്കാന്നുള്ളത് പറയുന്നത്. അപകടം കൂടി ചിന്തിച്ചിട്ടാണ് പറയാം. ഇപ്പൊ കൊണ്ടൽ എന്ന് പറഞ്ഞ സിനിമയിൽ ഭയങ്കര അപകടമായിട്ടുള്ള ഒരു സീനാണ് ആയിരുന്നു എന്ന് പറഞ്ഞു. പെപ്പയൊക്കെ വെള്ളത്തിൽ അതെങ്ങനെയായിരുന്നു? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7ഓളം ഫൈറ്റ് മാസ്റ്റേഴ്സ് അതിലുണ്ടായിരുന്നു, പല സീക്വൻസ് ആയിരുന്നു. അപ്പം നമ്മൾ കൊണ്ടൽ ചെയ്തപ്പോൾ ഒരു ബോട്ട് ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് കടലിന്റെ ഏകദേശം ഒരു പോർഷനിൽ എത്തിയിട്ട് കരയൊന്നും കാണാൻ പറ്റില്ല. അവിടെ വെച്ചിട്ടാണ് ഈ ആർട്ടിസ്റ്റുകൾ ഓരോരുത്തരായിട്ട് ഈ കടലിലോട്ട് ചാടണത്. അപ്പോൾ നമ്മൾ റോപ്പിലാണ് സെറ്റ് ചെയ്തത്. അന്നത്തെ ദിവസം കാലാവസ്ഥയ്ക്ക് ഒരു മാറ്റം വേണ്ടിയിട്ട് തിരമാല കൂടി ബോട്ട് കൊലയാൻ തുടങ്ങി. അപ്പൊ റോപ്പ് കൺട്രോൾ ചെയ്യുന്നവർക്ക് പോലും ബാലൻസ് കിട്ടാത്തൊരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഹൈലി റിസ്ക് ആയിരുന്നു. സേഫ്റ്റി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടും ഈ ടൈപ്പ് ഓഫ്, കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് റോപ്പ് വലിക്കുന്നവരുടെ ഒരു ഇത് വേണം, സ്പേസ് വേണം. പക്ഷെ ഭയങ്കരമായിട്ട് ബോട്ട് കടന്നിട്ട് കാലാവസ്ഥയും കൂടി പ്രശ്നം തീർച്ചയായിട്ടും ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു ചേസിങ് സീനിൽ ചിലപ്പോൾ അവിടെ അന്ന് കണ്ട ഒരു ഗ്രൗണ്ടിന്റെ ഒരു പ്രശ്നം വരെ നമുക്ക് റിസ്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും. ഈ കടലില് ശരിക്കും പോവോ? അത് നമ്മൾ റോപ്പിൽ കൺട്രോൾ ചെയ്യണം. കടലിലോട്ട് ഏകദേശം വെള്ളത്തിന്റെ അടുത്ത് തൊട്ടടുത്ത് എത്തി നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്താൻ ചെയ്യുന്നത്. പക്ഷെ ഈ കൺട്രോൾ ഒരു പരിധി വിട്ട് പോവാനും പാടില്ല. കാരണം അപ്പോഴാണ് ഈ തിരമാലൊക്കെ വന്നിട്ട് റോപ്പ് വലിക്കുന്നവർക്കും ഒരു പ്രശ്നമായിട്ട് നിന്നത്. കാറ്റിന്റെ ദിശയൊക്കെ മാറിയാലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ തീർച്ചയായിട്ടും ആർട്ടിസ്റ്റ് ആണല്ലോ ചെയ്യുന്നത്. അത് പെപ്പ ഒറിജിനൽ ചെയ്തൊരു സീക്വൻസ് ആണ്. ഞങ്ങൾക്ക് ഒരു ചലഞ്ചിങ് സീക്വൻസും കൂടിയാണ്. കാരണം ആർട്ടിസ്റ്റിന് ഒന്നും പറ്റരുത്, ആർട്ടിസ്റ്റിനും പറ്റാൻ പാടില്ല, പടം നിന്ന് പോകാൻ പാടില്ല. അപ്പോൾ നമ്മളെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ആളെ വെച്ചിട്ട് ഒരു 7 മണിക്ക് വന്ന് ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് കാണിച്ച് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം കടലിൽ ആദ്യം ചാടി സേഫ്റ്റിയാണ് ശേഷമാണ് നമ്മൾ പെപ്പേനെ ഈ ഷോട്ട് അല്ലെങ്കിൽ ഞങ്ങളെ ചെയ്യിപ്പിക്കുന്നത്. ഒറിജിനൽ ആയിട്ടാണ് വീണത്. പെപ്പ മാത്രമല്ല, കുറെ ആർട്ടിസ്റ്റുകൾ അതിൽ കടലിലോട്ട് വീണത് ഒറിജിനൽ ആയിട്ടാണ്. തീർച്ചയായിട്ടും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഒന്ന് ബോട്ട് ഈ പറഞ്ഞ നടുക്കടലിൽ വെച്ച് ശരിക്കും ഇതൊക്കെ സീജിൽ ചെയ്യുന്ന കാര്യം പോലും റിസ്ക് എടുത്തിട്ടാണ് എല്ലാതും ചെയ്തത്. എല്ലാ ക്രൂ മെമ്പേഴ്സ് റിസ്ക് ആയിരുന്നു. ആർട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഭയങ്കരമായിട്ട് അതിൽ ടെൻഷൻ അടിച്ചോ? ഉറപ്പായിട്ടും അങ്ങനെ ഡ്യൂപ്പില്ലാതെ ചെയ്യുമല്ലേ? അതെ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള സാധനം കൂടി വരുമ്പോ തന്നെ നമുക്ക് എക്സ്ട്രാ നമ്മൾ എന്തൊക്കെ അതിൽ സേഫ്റ്റി വെച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയും നമ്മൾ നമ്മുടെ ടെൻഷൻ അനുസരിച്ച് സേഫ്റ്റി കൂട്ടും. ഒരു ഫൈറ്ററാണ് ചെയ്യണമെങ്കിൽ ഇത്ര ടെൻഷൻ ഉണ്ടാവില്ല, കാരണം അയാൾക്ക് അറിയാതെ. ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവർക്ക് അത്രത്തോളം ഒരു ജ്ഞാനം ഇല്ല, ഒരിക്കലും. അപ്പൊ അവരെ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഭയങ്കര റിസ്ക് ആണ്, നമുക്ക് ടെൻഷനായിരിക്കും. ആ ഷോട്ട് കഴിയുമ്പോൾ തന്നെയായിരിക്കും നമ്മൾ റിലാക്സ് ആവുന്നത്. ഓഫീസ് റൗണ്ട് ഡ്യൂട്ടിയിലായാലും ഒരു മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിലേക്ക് പോയിട്ട് തൂങ്ങി മരിക്കുന്ന ഒരു ഷോട്ട് അതൊക്കെ റിസ്ക് ആണോ? തീർച്ചയായിട്ടും. കാരണം ഞങ്ങള് ഒരുവിധം എല്ലാ പടത്തിലും കണ്ടുണ്ടാവും ഒരു ഏകദേശം തൂങ്ങി മരണ സീനും നമ്മുടെ ഒരു ജോലിയിൽ വരുന്നതാണ്. അപ്പൊ അത് ഏകദേശം ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ ചെയ്യിപ്പിക്കാറ്. അപ്പൊ നമുക്ക് എന്ന് വെച്ചാൽ റോപ്പിന്റെ ഒരു ജഡ്ജ്മെന്റ് ഒക്കെ ഉണ്ടാവും. ഇത് ഏതോ ഒരു മുറിയിൽ നിന്ന് ഇങ്ങോട്ട് വരാണ്. അപ്പൊ റോപ്പിന്റെ കൺട്രോൾ കറക്റ്റ് അല്ലെങ്കിൽ അയാൾ ചിലപ്പോൾ തൂങ്ങി പോവാം. പക്ഷെ തൂങ്ങി പോകാതിരിക്കാനുള്ള സേഫ്റ്റി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്.
എന്നാൽ റിസ്ക് ആണ്. കാരണം കൺട്രോൾ റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് വരുന്ന വരെ ആ വൺ ഷോട്ടാണ്. അപ്പോൾ അത് വലിയ റിസ്ക് സാധനമായിരുന്നു. ഡയറക്ടർ തന്നെയായിരുന്നു തൂങ്ങി മരിച്ചത്. അപ്പോൾ അത് വലിയ റിസ്ക് ആയിരുന്നു. കാരണം റോപ്പ് ഇങ്ങനെ കെട്ടുന്നതൊക്കെ അതെന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ആയിരിക്കും. നമ്മുടെ റോപ്പിലാണ് ആള് ഹോൾഡ് ആവുക. ഇത് കെട്ടുന്നത് ഡമ്മി ആയിരിക്കും. അതായത് ആൾക്ക് അതിലല്ല ആള് പൊന്തുന്നത്, നമ്മുടെ റോപ്പിലായിരിക്കും. പക്ഷെ എല്ലാ സീനിലും നമുക്ക് വരുന്ന എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടാണ് തൂങ്ങാറ്. പക്ഷെ ഇത് ഒരു റൂമിൽ നിന്ന് ഇയാൾ വരുന്ന അതനുസരിച്ച് ഞങ്ങൾ റോപ്പ് കൺട്രോൾ ചെയ്യണം. അതൊരു വലിയൊരു ടാസ്ക് ആയിരുന്നു. ഒരു റൂമിൽ തന്നെ തൂങ്ങുന്നതാണ് അത്ര പ്രശ്നമില്ല. ഞങ്ങൾ കൂടുതൽ എല്ലാ പടത്തിലും കണ്ടേക്കുന്ന അങ്ങനത്തെ സീൻസ് ആണ് ഞങ്ങൾ കൂടുതൽ വരാറ്. പക്ഷെ ഇതൊരു ഡിഫറെന്റ് സാധനമായിരുന്നു പോയി. കാരണം ക്യാമറ എല്ലാ മെമ്പേഴ്സും ഒരേപോലെ വരണം. പുള്ളി ഒരു കത്ത് എഴുതുന്നു, ആളുകൾ നടന്നു വരുന്നു, കസര കയറുന്നു, അതുവരെ നമ്മൾ കൺട്രോൾ കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ റിസ്ക് ആണ്. പല റിസ്ക് ഫാക്ടേഴ്സ് അതിലുണ്ട്. അജയ് വാസവി സാറൊക്കെ വിളിച്ചത് ഇങ്ങനെയാണ് ആ ഷോട്ട് ചെയ്തതെന്നൊക്കെ ചോദിച്ചിരുന്നു ഞങ്ങളെ. അന്നേരം എന്തെങ്കിലും നമുക്കൊരു പാകപ്പിഴ പറ്റിയെന്ന് വിചാരിക്കും, പറ്റാതിരിക്കട്ടെ ഒരിക്കലും. ആ ഒരു സമയത്ത് നല്ല രീതിയിൽ ചീത്തയൊക്കെ പറയുമോ? തീർച്ചയായിട്ടും. അയ്യോ, അത് നമ്മളെ ഒരു വിശ്വസിച്ചിട്ടാണല്ലോ ഇത് ഏൽപ്പിക്കുന്നത്. ആ സമയത്ത് ചീത്ത പറഞ്ഞിട്ടും കാര്യമില്ല, പറ്റിപ്പോയില്ല. ഇപ്പൊ ഞങ്ങൾ ഒരു പടം സണ്ണി ലിയോൺ നായികയായിട്ട് അഭിനയിക്കുന്ന ഒരു പടം, അത് കാസർഗോഡ് ഷൂട്ട്. അപ്പൊ ഞങ്ങള് ഒരുപാട് വർക്കായിട്ട് ഭയങ്കര ത്രൂ ഔട്ടോട് RDX എന്ന് പറഞ്ഞൊരു പടം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പാരലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല. ഒരു പ്രത്യേക ഒരു മൈൻഡിൽ ഇങ്ങനെ പോയി ആ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ഷോട്ട്, അതായത് ഒരു ക്യാമറയിലേക്ക് ഒരു കുട്ടി സെൽഫി എടുക്കുന്നിടയിൽ കിണറ്റിലോട്ട് വീഴുന്നു. ത്രൂ ഔട്ട് ക്യാമറയിലോട്ടാണ് വീഴേണ്ടത്. അതാണ് ഷോട്ട്. അപ്പൊ ആ ഷോട്ടിന്റെ സമയത്ത് ആദ്യം തന്നെ ഞാൻ ഇതിന്റെ റിസ്ക് ഇതുപോലെ ഡയറക്ടേഴ്സായിട്ട് സംസാരിച്ചു. അപ്പോൾ അതിൽ കുറച്ച് പേര് പറഞ്ഞു വേണ്ട, നമുക്ക് ഒറിജിനൽ ആളെ വീഴ്ത്താം. അങ്ങനെ വീഴ്ത്തി. പെൺകുട്ടി ആദ്യത്തെ ഷോട്ടൊക്കെ ഓക്കെ ആയി. അത് മതി എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്തപ്പോഴും ഡയറക്ടർക്ക് കുറച്ചൊന്ന് കൈ അടിച്ചാലും മതി എന്നുള്ളൊരു കുറച്ചും കൂടി ഇമ്പ്രൂവൈസ് ചെയ്യാൻ. അതായത് പുള്ളിയുടെ കഥയിൽ പുള്ളിക്ക് അത്രയും ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അവിടെ എന്തുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് കൺജസ്റ്റഡ് ഒരു കിണർ, സെറ്റിട്ട കിണറാണെങ്കിൽ കൂടിയിട്ടും പിന്നത്തെ ഒരു ഷോട്ട് ഞാനായിരുന്നു. ഈ ക്യാമറയുടെ ഒപ്പുറത്ത് ഞാനുണ്ട്, റോപ്പ് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ആൾക്കാർ, നമ്മുടെ ഫൈറ്റേഴ്സ് എല്ലാവരും ഇപ്പുറത്തുണ്ട്. പെട്ടെന്ന് ഈ കുട്ടി, അതായത് നമ്മൾ ഏകദേശം ഇങ്ങനെ നിൽക്കുന്ന പൊസിഷനിൽ കുട്ടി ഡയറക്റ്റ് പറയുകയാണെങ്കിൽ ക്യാമറയിൽ അടിക്കില്ലായിരുന്നു. പക്ഷെ ഈ കുട്ടി തല ഇങ്ങനെ പോയി, ഇപ്പൊ തലകീഴായി പോയിട്ട് ക്യാമറയിൽ വന്ന് അടിച്ച് പിന്നെ ഞങ്ങൾ നോക്കില്ല. ഭയങ്കരമായിട്ട് ഇത് എന്താ പറ്റിയെന്നൊന്നും എനിക്കറിയില്ല. ആ സമയത്ത് നമ്മുടെ പേരിലായിരിക്കും എല്ലാ തെറ്റും വരാം. അപ്പൊ എല്ലാവരും നമ്മളെന്തെങ്കിലും ഒരു ചെറിയ അത്, പക്ഷെ ആദ്യം ഓക്കെ ആക്കി ഡയറക്ടർ അതൊന്നും പിന്നെ പറയാൻ, അതൊന്നും പിന്നെ നോക്കില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെ പിന്നെ ചോദ്യം മാറിപ്പോകും, പിന്നെ വിഷയം മാറും. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ മാക്സിമം സേഫ്റ്റി, ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കാനാണ് ഏറ്റവും നോക്കുക. പക്ഷെ ഇത് ഞങ്ങളുടെ ജഡ്ജ്മെന്റും വിട്ടുപോയി. കുട്ടി ഇങ്ങനെ ആയിപ്പോയി. പിന്നെ ഞാൻ നോക്കുമ്പോൾ കുട്ടി എന്തെങ്കിലും പറ്റിയെന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്തോ ഭയം കൊണ്ട് കുട്ടിക്കൊന്നും പറ്റിയൊന്നുമില്ല. പക്ഷെ ക്യാമറയുടെ ലെൻസൊക്കെ പോയി. അതും ഒരു കോസ്റ്റ്ലി പരിപാടിയാണ്. അത് തന്നെ നമുക്ക് പണിയായി. അപ്പൊ അത് അങ്ങനെ കോസ്റ്റ്ലി കുറെ അങ്ങനെ നഷ്ടമൊക്കെ വരുമ്പോൾ അത് നിങ്ങൾ വഹിക്കേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും മാക്സിമം ഇങ്ങനത്തെ ഒരു റിസ്ക് എടുക്കുമ്പോൾ തന്നെ നമ്മളോട് ചോദിക്കും, ഇതിന്റെ സേഫ്റ്റി നിങ്ങൾ എടുക്കുമോ, അങ്ങനെയൊക്കെ ചോദിക്കും അവര്. അപ്പോൾ നമ്മളത് ചലഞ്ച് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും, എല്ലാം നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. പക്ഷെ ഇങ്ങനത്തെ ഒരു റിസ്ക് നമുക്ക് അറിയാം. ഇത് ഓൾറെഡി ഇപ്പോൾ ക്യാമറയ്ക്ക് പണിയാവും, ആർട്ടിസ്റ്റിന് പണിയാവും എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യാറില്ല, മാക്സിമം ചെയ്യാൻ ശ്രമിക്കില്ല. തിരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാ അത് ഇല്ലില്ല, ഒരിക്കലും ഇല്ല. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരേ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ. അപ്പൊ ആർട്ടിനൊരു പ്രശ്നം സംഭവിച്ച ആർട്ട് ഡിപ്പാർട്ട്മെന്റിനായിരിക്കും മൊത്തം ചീത്ത പേര്. സ്റ്റണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്നത് അതിനാണ്. അപ്പൊ നമ്മുടെ വന്നൊന്നും മനുഷ്യരല്ലേ, എന്തെങ്കിലും പറ്റിപ്പോയാൽ അത് എല്ലാവരും വഹിക്കണ്ടേ. അത് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഇപ്പൊ മാക്സിമം ഇപ്പൊ തറയിൽ വീഴുന്ന ഒരു കാര്യം പോലും നമുക്കറിയാം എങ്ങനെ വീഴാന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത്. നമുക്കും റിസ്ക് ആണെങ്കിൽ അവർ ആ ഷോട്ട് ചെയ്യാൻ സമ്മതിക്കാറ്. പക്ഷെ നമ്മളത് എടുത്ത് ചെയ്യുന്നതല്ലേ. പിന്നെ അത് അല്ല, ഡയറക്ടേഴ്സിന് പറ്റുന്ന ചെറിയ ഡയറക്ടേഴ്സ് ഒറിജിനാലിറ്റി വേണമെന്ന് പറഞ്ഞ് സേഫ്റ്റി നോക്കാതെ ചെയ്യുന്നതും കൂടി നിങ്ങളുടെ തലയിൽ സ്റ്റണ്ട് മാസ്റ്ററിന്റെ കുറവായിരിക്കും. അത് സ്റ്റണ്ട് മാസ്റ്ററിന്റെ ഫോൾട്ട് വരും അവിടെ. കാരണം ഡയറക്ടർ അങ്ങനെ പറയുമ്പോൾ സ്റ്റണ്ട് മാസ്റ്റർ അനുവദിക്കരുത്. അങ്ങനെ അനുവദിക്കാത്ത കേസുകളിലാണ് ആ ഒരു ഇത്. ഇപ്പോ ഡയറക്ടർക്ക് വേണ്ട എല്ലാ ഷോട്ടും നമ്മൾ ചെയ്തു കൊടുക്കാന്നല്ല. സേഫ്റ്റി ആണോ ഈ പറഞ്ഞ പോലെ എല്ലാതും ഓക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യുള്ളൂ. അല്ലാത്തില്ല നമ്മൾ ഡയറക്ടർ എന്ത് പറഞ്ഞാലും ചെയ്യാന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല മാക്സിമം. കാരണം ആർട്ടിസ്റ്റ് ആണ്.